നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 27/10/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 189, RSS 5 കിലോ 185, ISNA 20 165 മുതൽ 80 പൈസ, ഡാറ്റക്സ് 60% DRC 126 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 189, RSS 5 കിലോ 185. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 179, ലോട്ട് കിലോ 167 മുതൽ 172 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 124, 60% DRC ഒട്ടുപാൽ കിലോ 93. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 181, RSS 5 കിലോ 177, ISNL 20 161 50 പൈസ മുതൽ 164 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 103 മുതൽ 110 രൂപയാണ്. ഫീൽഡ് ലാറ്റക്സ് 170, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിലുള്ള 8400, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 10200, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 11900. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11500, ഒരു ഭവൻ 92000. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12546, ഒരു ഭവൻ 1,368,000. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9409, ഒരു ഭവൻ 75,272. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, കൊപ്ര എടുത്തപടി 219, വെളിച്ചെണ്ണ ലിറ്ററിന് 470, കൊക്കോ 340, കച്ചോലം ഉണങ്ങി 600, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 250, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, കുരുമുളക് അൺകാർബിൾഡ് കിലോ 693, കുരുമുളക് പുതിയത് 683, കുരുമുളക് ഗാർബിൾഡ് കിലോ 713, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സില 155, ഗ്രാമ്പു 775, ഗ്രാമ്പു നാടൻ 890, പൈനാപ്പിൾ പച്ച 32, പഴം 35, നെല്ല് കിൻഡൽ 2300. എന്തായാലും സംസ്ഥാനത്ത് PM ശ്രീ വിവാദം കൊഴുക്കുകയാണ്. രാജ്യസന്നദ്ധ വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യസന്നദ്ധ അറിയിച്ച് മന്ത്രിമാരായ K രാജനും P പ്രസാദും തുടങ്ങിവെച്ച പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ ഓഫീസുകൾക്കും നിർദ്ദേശം. PM ശ്രീ പദ്ധതിയിലൂടെ സ്കൂളുകൾക്ക് ആവശ്യമായ 1500 കോടിയാണ് കേന്ദ്രം ഇതുവഴി നൽകുന്നത്. അത് നഷ്ടപ്പെടുത്തണോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസം ഇതിലൂടെ നടപ്പാക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചിലർ പറയുന്നത്. പക്ഷേ വി ശിവൻകുട്ടി പറയുന്നത് കേരളത്തിൻ്റെ സിലബസും പാഠ്യപദ്ധതികളുമാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.